Hi friends, welcome back to my channel Bell of Fitness. ഇന്നത്തെ വീഡിയോയിൽ ബിഗിനർ സീരീസിൽ ഡേ 1 എങ്ങനെ നമ്മൾ വെയിറ്റ് ട്രെയിനിങ് ചെയ്യണം എന്നുള്ളതാണ് കാണിക്കാനായിട്ട് പോകുന്നത്. ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എങ്ങനെയാണ് നമ്മൾ ഒരു ബിഗിനർക്ക് വർക്കൗട്ട് പ്ലാൻ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ഒരു സീരീസിൽ ഞാൻ നമ്മുടെ ബിഗിനറായിട്ട് അല്ലെങ്കിൽ നമ്മുടെ വർക്കൗട്ടിനായിട്ട് നമ്മൾ കാണിക്കുന്ന ആളെന്ന് പറയുന്നത് വികാസാണ്. വികാസിനെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വികാസ് ഇപ്പോൾ ട്രെയിൻ ചെയ്യുന്നത് ആഴ്ചയിൽ 3 ദിവസത്തെ ഒരു പ്ലാൻ വെച്ചിട്ടാണ്. അതായത് ഞാൻ ആദ്യമായിട്ട് ആൾക്ക് കൊടുത്തത് ആഴ്ചയിൽ 3 ദിവസത്തെ ഒരു വർക്കൗട്ട് പ്രോഗ്രാമാണ്. അത് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം 2 ആഴ്ച അപ്പർ ബോഡി ലോവർ ബോഡി എന്നുള്ളൊരു സ്പ്ലിറ്റിലേക്ക് ഞാൻ ആളെ മാറ്റി. അതിനുശേഷം ഇപ്പോൾ ആൾ കറൻ്റ്ലി ചെയ്യുന്നത് വേറൊരു സ്പ്ലിറ്റാണ്. സോ ആസ് എ ബിഗിനർ നിങ്ങൾ ജിമ്മിൽ പോകുന്ന സമയത്ത് ഇതുപോലത്തെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ ട്രെയിനിങ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ പോകുന്ന ജിമ്മിലൊരു കോച്ച് ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ട്രെയിനർ ഉണ്ടെന്ന് വിചാരിക്കുക. ആ ട്രെയിനർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ട്രെയിനർ നിങ്ങൾക്ക് വർക്കൗട്ട് പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് തന്നെ ഫോളോ ചെയ്താൽ മതി. ഇപ്പോൾ യൂട്യൂബിൽ ഞാനത് വീഡിയോ ഇട്ടെന്ന് വിചാരിച്ചിട്ട് ഓക്കെ ഇതാണ് കറക്റ്റ് അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് ഏത് സ്പ്ലിറ്റ് വേണമെങ്കിലും ഫോളോ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് തന്നെ ഓരോ മസിൽ ഗ്രൂപ്പ് വെച്ച് വേണമെങ്കിൽ ട്രെയിൻ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഫുൾ ബോഡി ചെയ്യാം, അല്ലെങ്കിൽ അപ്പർ ബോഡി ലോവർ ബോഡി ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇതിൽ ഏറ്റവും സേഫായിട്ട് എങ്ങനെയാണോ ട്രെയിൻ ചെയ്യാൻ പറ്റുന്നത് ആ രീതിയിലാണ് ഞാൻ യൂട്യൂബിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ആദ്യത്തെ ദിവസം നിങ്ങൾ പോകുമ്പോൾ മൊബിലിറ്റിയും ബേസിക് ആയിട്ടുള്ള വാമപ്പൊക്കെ ചെയ്തിട്ട് എങ്ങനെ വെയിറ്റ് ട്രെയിൻ ചെയ്യണം എന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു സജഷൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരികെ വർക്കൗട്ട് എക്സ്പീരിയൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു സജഷൻ ആദ്യത്തെ 3 ദിവസം മാത്രം ആദ്യത്തെ ആഴ്ച നിങ്ങൾ വർക്കൗട്ട് ചെയ്താൽ മതി. രണ്ടാമത്തെ ആഴ്ചയാകുമ്പോൾ 4 ദിവസം വെയിറ്റ് ട്രെയിനിങ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ആഴ്ച നമ്മൾ 3 ദിവസം എന്ന് പറയുമ്പം ഫുൾ ബോഡി ചെയ്യുന്ന ഒരു ദിവസം റെസ്റ്റ് കൊടുക്കുന്നു, പിന്നെയും ഒരു ദിവസം ഫുൾ ബോഡി ചെയ്യുന്നു, റെസ്റ്റ് കൊടുക്കുന്നു, പിന്നെ ഒരു ദിവസം ഫുൾ ബോഡി ചെയ്യുന്നു, റെസ്റ്റ് കൊടുക്കുന്നു. പക്ഷേ ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ചെയ്ത ഫുൾ ബോഡി അല്ല റിപ്പീറ്റ് വരുമ്പോൾ ചെയ്യുന്നത് ഫുൾ ബോഡിയിൽ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ആദ്യത്തെ ദിവസം ചെയ്യുന്ന ഫുൾ ബോഡിയാണ്. അടുത്ത വീഡിയോയിൽ രണ്ടാമത്തെ ദിവസം ചെയ്യുന്ന ഫുൾ ബോഡി വർക്കൗട്ട് കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത ആഴ്ച മുതൽ ഒരു ദിവസം ഫുൾ അപ്പർ ബോഡി, ഒരു ദിവസം ഫുൾ ലോവർ ബോഡി, പിന്നെ വീണ്ടും അപ്പർ ബോഡി, പിന്നെ ലോവർ ബോഡി, ഇങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു അപ്പർ ബോഡി ലോവർ ബോഡിയും കഴിഞ്ഞാൽ ഒരു ദിവസം നമ്മൾ റെസ്റ്റ് കൊടുക്കും. റിക്കവറി മസ്റ്റാണ്. റിക്കവറി ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത ദിവസം പോയിട്ട് പ്രോപ്പറായിട്ട് ട്രെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു പ്ലാൻ ചെയ്യുന്നത്. മാത്രമല്ല വികാസ് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ആയിട്ട് ലീവായിരുന്നു. ആൾ ആദ്യം ഒന്ന് ജോയിൻ ചെയ്താണ്, ഒരാഴ്ച വർക്കൗട്ട് ചെയ്തിട്ട് പിന്നെ പനിയൊക്കെ ആയിട്ട് ലീവ് എടുത്തിട്ട് പോയതാണ്. അപ്പോൾ രണ്ടാമത് വരുമ്പോൾ നമുക്ക് യൂട്യൂബിലാണെന്ന് പറഞ്ഞ് ഹെവി ആയിട്ട് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. ആളുടെ കണ്ടീഷൻ അനുസരിച്ച് മാത്രമേ നമ്മൾ വർക്കൗട്ട് കൊടുക്കാൻ പാടുള്ളൂ. അതും എല്ലാവരും ഒരേപോലെ അല്ല ട്രെയിൻ ചെയ്യുന്നത്. ജിമ്മിൽ ബിഗിനേഴ്സ് ആയിട്ട് വരുന്ന ആളുകൾ ചിലപ്പോൾ പുറത്ത് വേറെ എന്തെങ്കിലും സ്പോർട്സ് ഒക്കെ ചെയ്തിട്ട് വർക്കൗട്ട് ചെയ്യാൻ വരുന്ന ആളുകളുണ്ടാവും. അവരെ ട്രെയിൻ ചെയ്യേണ്ട രീതി വേറെയാണ്. സോ നിങ്ങൾക്ക് ഒരു ട്രെയിനർ ജിമ്മിലുണ്ടെങ്കിൽ ആ ട്രെയിനറുടെ ഹെൽപ്പോട് കൂടി മാത്രം, അല്ലെങ്കിൽ ആ ഒരു ട്രെയിനറുടെ അഡ്വൈസോട് കൂടി മാത്രം ട്രെയിൻ ചെയ്യുക. അങ്ങനെ അല്ലാത്തവർക്ക് ഈ ഒരു രീതി ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ഡേയിൽ ചെയ്യുന്ന ഫുൾ ബോഡി വർക്കൗട്ടാണ് ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത്. ആസ് എ ബിഗിനർ നിങ്ങൾ ഒരിക്കലും പുഷപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം വാമപ്പായിട്ട് ചെയ്യരുത്. അതൊരു വർക്കൗട്ടായിട്ട് തന്നെ കൺസിഡർ ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വർക്കൗട്ട് എന്ന് പറയുന്നത് പുഷപ്സ് തന്നെയാണ്. പുഷപ്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്ലോറിൽ ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യത്തിന് സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്ലോറിൽ ചെയ്യാം. വികാസിന് സ്ട്രെങ്ത് ഉണ്ട്, പക്ഷേ 3 സെറ്റും 15 നമ്പർ വെച്ച് ചെയ്യാനുള്ള സ്ട്രെങ്ത് ആൾക്കില്ല. അതുകൊണ്ട് ഞാൻ ഇൻക്ലൈൻ പൊസിഷനിൽ പുഷപ്സ് ചെയ്ത് തുടങ്ങാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 15 റെപ്പിറ്റേഷൻസിൻ്റെ 3 സെറ്റാണ് പുഷപ്സ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ രണ്ടാമത്തെ എക്സസൈസ് മെഷീൻ ചെസ്റ്റ് പ്രസ്. ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്ലാറ്റായിട്ടിരിക്കുന്നതാണ്. ഡിക്ലൈൻ എന്ന് പറഞ്ഞാൽ തല താഴോട്ടേക്ക് വെച്ചിട്ടുള്ളതാണ്. ഇൻക്ലൈൻ എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ജിമ്മിൽ പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും 3 വേരിയേഷൻസ്. ഒരു വർഷമായിട്ട് ട്രെയിൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ ചില സമയത്ത് നമ്മുടെ അടുത്ത് ഓൺലൈൻ കോച്ചിങ്ങിൽ എടുക്കാൻ വരും. ഓൺലൈൻ കോച്ചിങ് എടുക്കുന്ന സമയത്ത് ഞാൻ ഏതൊക്കെ വർക്കൗട്ടാണ് ചോദിക്കും, ഏതൊക്കെ വർക്കൗട്ടാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നത്. കാരണം കംപ്ലീറ്റ് വർക്കൗട്ട് ഹിസ്റ്ററി അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കൊരു പ്രോഗ്രാം ഡിസൈൻ ചെയ്യാൻ പറ്റുള്ളൂ അവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അവർ പറയുന്നത് കിടന്നിട്ട് മുകളിലോട്ട് ചെയ്യുന്നത്, മുകളിൽ നിന്ന് താഴോട്ട് വലിക്കുന്നത്, ഇങ്ങനെയൊക്കെയാണ് വർക്കൗട്ടിൻ്റെ പേര് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അങ്ങനെയല്ല, നിങ്ങൾ വർക്കൗട്ടിൻ്റെ പേര് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ആൾക്ക് ഫ്ലാറ്റ് ബെഞ്ചിൻ്റെ മെഷീൻ ചെസ്റ്റ് പ്രസ്സാണ് രണ്ടാമത്തെ വർക്കൗട്ടായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അയ്യോ ഈ മെഷീൻ അല്ല അവിടെ ഉള്ളത്. നിങ്ങളുടെ ജിമ്മിൽ ചിലപ്പം ഇരുന്നിട്ട് നേരെ പ്രസ് ചെയ്യുന്ന മെഷീനായിരിക്കും ഉണ്ടാവുക. നിങ്ങളുടെ ജിമ്മിൽ ഏത് മെഷീനാണോ ഉള്ളത് അത് ചെയ്താൽ മതി. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു മീഡിയം വെയിറ്റിൽ 15 റെപ്പിറ്റേഷൻസിൻ്റെ 3 സെറ്റാണ് ചെയ്യുന്നത്. ഇനി നമ്മുടെ മൂന്നാമത്തെ വർക്കൗട്ട് ലാറ്റ് പുൾ ഡൗൺ. ആ ലാറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാക്ക് മസിലിനാണ് നമ്മൾ പറയുന്നത് ലാറ്റ്സ് എന്ന്. ആക്ച്വലി നമ്മുടെ മസിൽസ് ഗ്രൂപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ 5 മസിൽ ഗ്രൂപ്പായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ആംസ്, ചെസ്റ്റ്, ഷോൾഡർ, ബാക്ക്, ലെഗ്, 5 എണ്ണമായേ. ഓക്കെ, ഇനി ഇതിൽ തന്നെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് ആംസിന് നമ്മൾ ബൈസെപ്സ് ട്രൈസെപ്സ് എന്ന് പറയും, ബാക്കിന് നമ്മൾ ലോവർ ബാക്ക് അപ്പർ ബാക്ക് എന്ന് പറയും. പിന്നെ ലോവർ ബോഡിയിലേക്ക് വരികയാണെങ്കിൽ ക്വാഡ്രൈസെപ്സ് ഹാംസ്ട്രിങ് എന്ന് പറയും, കാഫ് മസിൽ സെപ്പറേറ്റ് എന്ന് പറയും, ഗ്ലൂഡ്സിന് വേറെ വർക്കൗട്ട്സ് ഉണ്ട്. അപ്പോൾ ഇത് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള
വിവരണമാണ്. അപ്പോൾ നമ്മളിപ്പോൾ നിലവിൽ നമ്മൾ ആംസ് എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യാം. പക്ഷേ ആംസിൽ തന്നെ നമ്മൾ ബൈസെപ്സും ട്രൈസെപ്സും ട്രെയിൻ ചെയ്യണം. ലെഗിലോട്ട് വരുമ്പോൾ ക്വാഡ്രൈസെപ്സും ഹാംസ്ട്രിങ്ങും 2 മസിൽസിലും ട്രെയിനിങ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ വർക്കൗട്ട് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ബാക്ക് മസിൽസിന് വേണ്ടി ട്രെയിൻ ചെയ്യുകയാണ്. ബാക്ക് മസിൽസിന് നമ്മൾ ചെയ്യുന്നത് ഏത് വർക്കൗട്ട് വേണമെങ്കിലും ചെയ്യാം. ആസ് എ ബിഗിനർ നമ്മൾ ഡംബലിലോ ബാർബലിലോ സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കാതെ മെഷീൻസിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതിൻ്റെ ഒരു റീസൺ കുറച്ചുകൂടെ നിങ്ങൾക്ക് ബാലൻസ്ഡ് ആയിരിക്കും, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ആസ് എ ബിഗിനർ ചിലപ്പോൾ നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ പറയുകയാണ് ബാക്കിന് വേണ്ടിയിട്ട് ബെൻഡ് ഓവറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം നിങ്ങളുടെ പോസ്റ്റർ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പഠിക്കണം, നിങ്ങളുടെ ലോവർ ബാക്കിൻ്റെ പൊസിഷൻ കറക്റ്റ് ആയിരിക്കണം. ഇതിനൊക്കെ പകരമായിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബാക്ക് വർക്കൗട്ടാണ് ലാറ്റ് പുൾ ഡൗൺ. ഒരുപാട് പഠിക്കാനൊന്നുമില്ല, ഇരിക്കുക, നിങ്ങളുടെ പൊസിഷൻ കറക്റ്റ് ചെയ്യുക, ചെറുതായിട്ട് ബാക്കോട്ട് ലീൻ ചെയ്തിട്ട് നിങ്ങളുടെ അപ്പർ ചെസ്റ്റിലേക്ക് കറക്റ്റായിട്ട് പുൾ ചെയ്യുക. ഞാൻ ഇതിൻ്റെ ഒന്നും ട്യൂട്ടോറിയൽ അല്ല ഇതിൽ കാണിക്കുന്നത്, വർക്കൗട്ട് ഏതാണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇതിൻ്റെയൊക്കെ ട്യൂട്ടോറിയൽ ഇഷ്ടംപോലെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഏതെങ്കിലും വർക്കൗട്ടിൻ്റെയൊക്കെ ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, നമുക്ക് ഉടനെ തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ലാറ്റ് പുൾ ഡൗൺ ഇതേപോലെ തന്നെ 15 റെപ്പിറ്റേഷൻസിൻ്റെ 3 സെറ്റാണ് ചെയ്യുന്നത്. ഇനി നമ്മുടെ 4ാമത്തെ വർക്കൗട്ട് ഷോൾഡേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ഷോൾഡേഴ്സിന് നമുക്കിവിടെ ഷോൾഡർ മെഷീൻ പ്രസ് അല്ലെങ്കിൽ ഷോൾഡർ പ്രസ് മെഷീൻ ഉണ്ട് ഇവിടെ. പക്ഷേ വികാസ് ട്രൈ ചെയ്യുന്ന സമയത്ത് വികാസിന് ആ ഷോൾഡർ പ്രസ് ചെയ്യാനുള്ള സ്ട്രെങ്ത് ഇല്ല. അതായത് ഓവർ ദ ഹെഡ് പ്രസ് ചെയ്യാനുള്ള സ്ട്രെങ്ത് ഷോൾഡറിനായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതിൽ ചെയ്ത് വെറുതെ മെനക്കെട്ട് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇഞ്ചറി വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ചെറിയ ഡംബലിൽ സൈഡ് റേസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, സൈഡ് റേസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, കറക്റ്റായിട്ട് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സൈഡ് റേസ് ഞാൻ നിങ്ങൾക്ക് ഒരു 15 റെപ്പിറ്റേഷൻസിൻ്റെ 3 സെറ്റിനാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ബാക്കിൽ നിന്നിട്ടൊന്ന് ആൾ കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നുമില്ല, ഈ സൈഡ് റേസിൻ്റെ ഒക്കെ ട്യൂട്ടോറിയൽ എല്ലാം യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വർക്കൗട്ട് ആണെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ നോക്കുക. അതല്ല നിങ്ങളുടെ ജിമ്മിൽ ഏതെങ്കിലും എക്സ്പേർട്ടായിട്ട് ട്രെയിൻ ചെയ്യുന്ന ആളുണ്ടെങ്കിൽ, ട്രെയിനർ ഇല്ലാത്ത ജിമ്മിലെ കാര്യമാണ് ഞാൻ പറയുന്നത്, ട്രെയിനർ ഉണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ട്രെയിനർ ഇല്ലാത്ത ജിമ്മിൽ എക്സ്പേർട്ടായിട്ട് ട്രെയിൻ ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ അടുത്ത് ചോദിക്കുക. അധികം ബിഗിനേഴ്സും ചോദിക്കുന്ന ഒരു കാര്യം, ബ്രോ എൻ്റെ ബോഡി ഒന്ന് സെറ്റാക്കിയിട്ട് ഞാൻ വീട്ടിൽ നിന്ന് വർക്കൗട്ട് ചെയ്തിട്ട് ജിമ്മിൽ പോയാൽ മതിയോ? നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജിമ്മെന്ന് പറയുന്നത് നിങ്ങൾ എന്ത് കോലത്തിലാണെങ്കിൽ പോലും അവിടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരുപാട് പേരുണ്ടാവും. നിങ്ങൾ ഭയങ്കര അണ്ടർ വെയിറ്റ് ആണ്, അല്ലെങ്കിൽ 45 കിലോ ഉള്ളു 30 കിലോ ഉള്ളു, ഞാൻ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ആളുകളെ കളിയാക്കുക ഒരിക്കലും ഇല്ല. കാരണം ആ ഒരു സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്നാണ് എല്ലാവരും വർക്കൗട്ട് ചെയ്ത് മസിൽസ് ബിൽഡ് ചെയ്ത് വന്നേക്കുന്നത്. അവർക്കറിയാം ആ ഒരു സ്ട്രഗിളിങ് എത്രത്തോളം ഉണ്ടെന്നുള്ളത്. സോ ഒരിക്കലും നിങ്ങൾ കളിയാക്കില്ല. നിങ്ങൾ വിചാരിക്കുന്നത് നല്ല മസിലുള്ള ആളെന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എവിടെ നിന്ന് വന്നേക്കുക, ഒരിക്കലും ഇല്ല. അയാൾക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ള ഉള്ളിൻ്റെ ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ പോയിട്ട് അയാളുടെ ഒരു വർക്കൗട്ട് ചോദിക്കുകയാണെങ്കിൽ 100% അയാളുടെ ഉള്ളിൽ നിന്ന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ത്വര നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. നിങ്ങൾക്ക് വർക്കൗട്ടും പറഞ്ഞു തരും. പിന്നെ ചില വേട്ടാവളിയന്മാരുണ്ട് ഈ പറഞ്ഞ മസിലൊക്കെ കാണിച്ച് ഷോ ഓഫ് ചെയ്യുന്നവരാണ്, ഞാൻ അവരെ ഉൾപ്പെടുന്നില്ല. അതല്ലാതെ ഒരു 98% ആളുകളും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ റെഡി ആയിരിക്കും. സോ നിങ്ങൾ ജിമ്മിൽ പോയിട്ട് നല്ല വർക്കൗട്ട് ചെയ്യുന്ന ഒരാളടുത്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചോദിച്ചാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരും. അപ്പോൾ ഈ ലാറ്ററൽ റേസ് ഞാൻ കൊടുക്കുന്നത് 15 റെപ്പിറ്റേഷൻസിൻ്റെ 3 സെറ്റാണ്. ഇനി ആംസിന് വേണ്ടിയിട്ട് 2 വർക്കൗട്ട്, ഇതെല്ലാവർക്കും അറിയുന്ന വർക്കൗട്ടായിരിക്കും, കണ്ടിട്ടുള്ള വർക്കൗട്ടായിരിക്കും. ബൈസെപ്സ് കേൾ, ഡംബിൾ കേൾ ചെയ്താൽ മതി. ഇപ്പോൾ ഡംബിൾസിലാണ് ഞാനിവിടെ ബൈസെപ്സ് കൊടുക്കുന്നത്. ഇത് കുറച്ചുകൂടെ ഈസിയാണ്, നമുക്ക് റേഞ്ച് ഓഫ് മോഷൻ കുറച്ചേ ഉള്ളൂ. സോ നമുക്ക് ഒരുപാട് പോസ്റ്റർ കർഷനും കാര്യങ്ങളും ശ്രദ്ധിക്കാനില്ല. നേരെ നിൽക്കുക, ചെസ്റ്റ് അപ്പ് ചെയ്യുക, ഓരോ കൈ വെച്ചിട്ടും നിങ്ങൾ 12 റെപ്പിറ്റേഷനോ അല്ലെങ്കിൽ 15 റെപ്പിറ്റേഷൻസോ 3 സെറ്റ് ചെയ്യുക. ഒരുപാട് സ്പീഡൊന്നും കൂട്ടി ചെയ്യേണ്ട ആവശ്യമില്ല, ഒരുപാട് സ്ലോ ആയിട്ടും ചെയ്യേണ്ട, മീഡിയം സ്പീഡിൽ ചെയ്താൽ മതി. അപ്പോൾ ചില ആൾക്കാർ ചോദിക്കും ഇത് ഇത്ര സ്ലോ ആയിട്ട് ചെയ്യണോ അല്ലെങ്കിൽ ഇത്ര ഫാസ്റ്റ് ആയിട്ട് ചെയ്യണോ? ഇനീഷ്യലി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഒരു മൈൻഡ് മസിൽ കണക്ഷൻ ബിൽഡ് ചെയ്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വർക്കൗട്ടിൻ്റെ പോസ്റ്റർ കറക്റ്റ് ചെയ്യുക, നിങ്ങളുടെ ബ്രീത്തിങ് ടെക്നിക്ക് പഠിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്യുക. അതല്ലാതെ മസിൽസ് ഇപ്പോൾ തന്നെ ബിൽഡ് ചെയ്യുക അല്ലെങ്കിൽ അടുത്ത ആഴ്ചത്തേക്ക് ബിൽഡ് ചെയ്യണം എന്നുള്ള ചിന്തയോട് കൂടി നിങ്ങൾ വർക്കൗട്ട് ചെയ്യാതിരിക്കുക. അപ്പോൾ ഈ കാര്യങ്ങൾ പഠിച്ച് വരുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കിയുള്ള കാര്യങ്ങളും കറക്റ്റായിട്ട് വരും. അപ്പോൾ ബൈസെപ്സുകൾ ഇതേപോലെ ഒരു കൈക്ക് 12 റെപ്പിറ്റേഷനോ അല്ലെങ്കിൽ 15 റെപ്പിറ്റേഷനോ 3 സെറ്റാണ് കൊടുക്കുന്നത്. നമ്മുടെ അടുത്ത വർക്കൗട്ട് ട്രൈസെപ്സ് തന്നെയാണ്, ആംസിൽ തന്നെയുള്ള ട്രൈസെപ്സ്. ഈ ട്രൈ എന്നുള്ള പേര് വന്നത് 3 മസിൽസ് അതിലുള്ളതുകൊണ്ടാണ് ട്രൈസെപ്സ് എന്നുള്ള പേര് വന്നത്. ഇതൊക്കെ ഗ്രൂപ്പ് ഓഫ് മസിൽസ് ആണ്. അപ്പോൾ ഈ ട്രൈസെപ്സിന് നമുക്ക് ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു മെഷീൻ വർക്കൗട്ടാണ് ട്രൈസെപ്സ് പുഷ് ഡൗൺ. കേബിളിൽ നിങ്ങളുടെ തലേനേക്കാളും കുറച്ച് മുകളിൽ ഇട്ടാൽ മതി. ഒരുപാട് ഹൈറ്റിലിട്ടിട്ട് പിടിച്ച് വലിക്കുന്നത് കാണാം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങളുടെ തലയുടെ കുറച്ച് മുകളിൽ പ്ലേസ് ചെയ്യുക, നിങ്ങൾ കൃത്യമായിട്ട് ട്രൈസെപ്സ് പുഷ് ഡൗൺ ചെയ്യുക. ഇതേപോലെ തന്നെ 15 റെപ്പിറ്റേഷൻസിൻ്റെ 3 സെറ്റാണ് കൊടുക്കുന്നത്. ഇനി നമ്മൾ പയ്യെ ലോവർ ബോഡിയിലോട്ട് ഇറങ്ങുകയാണ്. ലോവർ ബോഡി നമ്മൾ ക്വാഡ്രൈസെപ്സിൻ്റെ ഡോമിനൻ്റ്, അതായത് ക്വാഡ്രൈസെപ്സ് കൂടുതൽ ഫോക്കസ് വരുന്ന ഒരു വർക്കൗട്ടും ഹാംസ്ട്രിങ് ഫോക്കസ് ചെയ്യുന്ന ഒരു വർക്കൗട്ടും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്വാഡ്രൈസെപ്സ് ഫോക്കസ് ചെയ്യുന്ന ഒരു വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രീ സ്ക്വാട്ടാണ് കൊടുക്കുന്നത്. ഫ്രീ സ്ക്വാട്ടിൻ്റെ അകത്ത് 15 റെപ്പിറ്റേഷൻസിൻ്റെ 3 സെറ്റാണ് കൊടുക്കുന്നത്. ആളുടെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി കറക്റ്റ് ചെയ്തതാണ്. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് ആൾക്ക് ചെയ്യാനൊന്നുമില്ല. 3 സെറ്റിൻ്റെ 15 റെപ്പിറ്റേഷൻസ് വെച്ചാണ് ചെയ്തേക്കുന്നത്.
എടുക്കുന്നത്. അതിനുശേഷം ഹാംസ്ട്രിങ് നമുക്ക് ഫോക്കസ് ചെയ്യാം. ഹാംസ്ട്രിങ് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സ്റ്റിഫ് ലെഗ് ഡെഡ് ലിഫ്റ്റ് പോലുള്ള വർക്കൗട്ട് ഉണ്ട്, അല്ലെങ്കിൽ ഗ്ലൂട്ട് ബ്രിഡ്ജ് ഉണ്ട്. സോ ഹാംസ്ട്രിങ്ങിന് ഇപ്പോൾ നിലവിൽ ഞാൻ ഈസി ആയിട്ട് ആൾക്ക് ചെയ്യാൻ പറ്റുന്നത് ലെഗുകളാണ്. ഒരുപാട് ബുദ്ധിമുട്ടില്ലാതെ ലെഗുകൾ ഞാൻ ചെറിയൊരു സപ്പോർട്ടോട് കൂടി ആൾക്ക് ഞാൻ വർക്കൗട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. 15 റെപ്പിറ്റേഷൻസിൻ്റെ 3 സെറ്റാണ് ലെഗുകൾ ചെയ്യുന്നത്. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഉദ്ദേശിച്ച എല്ലാ മസിൽ ഗ്രൂപ്പും കവർ ചെയ്തിട്ടുണ്ട്. ഇനി കാഫ് മസിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, പക്ഷേ ഇവിടെ ഞാനിപ്പോൾ കാഫ് മസിൽ കൊടുക്കുന്നില്ല. കാരണം നാളെയും വർക്കൗട്ട്, നാളെ എല്ലാം മറ്റന്നാളും വർക്കൗട്ട് ഉണ്ട്. ആ സമയത്ത് നമുക്ക് കാഫ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഡേ 1 ഞാൻ ആൾക്ക് കൊടുക്കുന്ന വർക്കൗട്ട് പ്രോഗ്രാം എന്ന് പറയുന്നത്. ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഒരുപാട് പേര് നമുക്ക് ഓൺലൈൻ കോച്ചിങ്ങിന് വേണ്ടിയിട്ട് അപ്രോച്ച് ചെയ്യാറുണ്ട്. ബ്രോ ഫാറ്റ് ലോസ് ചെയ്യണം, അല്ലെങ്കിൽ മസിൽ ബിൽഡ് ചെയ്യണം, കോമ്പറ്റീഷൻ നാച്ചുറലി ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കാറുണ്ട്. സോ നമുക്ക് കൂടുതലും ഓൺലൈൻ കോച്ചിങ് വരുന്നത് ഇന്ത്യക്ക് പുറത്തു നിന്നാണ് നമ്മൾ എടുക്കുന്നത്. ഗൾഫ് കൺട്രീസും പിന്നെ അതേപോലെ കാനഡ, ജർമ്മനി, ന്യൂസിലാൻഡ്, ഇംഗ്ലണ്ട്, അയർലൻഡ് അവിടെ നിന്നൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ട്രെയിനിങ് എടുക്കുന്നത്. ഇന്ത്യക്ക് അകത്ത് അല്ലെങ്കിൽ കേരളത്തിനകത്ത് നമ്മൾ കൂടുതൽ എടുക്കാത്തതിൻ്റെ റീസൺ വേറെ ഒന്നുമല്ല, നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രൈസ് നമ്മൾ പറയുമ്പോൾ ബ്രോ ഇത് നമുക്ക് അഫോർഡബിൾ അല്ല എന്ന് പറഞ്ഞിട്ടാണ് സാധാരണഗതിയിൽ നമ്മളടുത്ത് ട്രെയിനിങ് എടുക്കാത്തത്. അല്ലാതെ വേറെ പ്രശ്നം ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ എടുക്കാനിട്ടുമല്ല. നമ്മുടെ ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരാളുടെ ഫിസിക്, അതായത് വർക്കൗട്ട് ചെയ്ത് ബോഡി ബിൽഡ് ചെയ്യണം, അല്ലെങ്കിൽ മസിൽ മാസ് കൂട്ടണം, ഫാറ്റ് കുറയ്ക്കണം എന്നുള്ള ബിഫോർ ആഫ്റ്റർ ഫോട്ടോസ് നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ മേടിച്ചിട്ട് ആളുടെ ഒരു 3-4 മാസം കൊണ്ട് ട്രാൻസ്ഫോം ചെയ്തെടുക്കുന്ന രീതിയിലാണ്. നിങ്ങൾക്കിപ്പോൾ ഞാൻ ഫോട്ടോ കാണിക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെയാണ് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്നത്. അല്ലാതെ 1 കിലോ അല്ലെങ്കിൽ 10 കിലോ ഒരു മാസം കൊണ്ട് കുറയ്ക്കുക ഇങ്ങനെയല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് വേറെ തന്നെ ഒരു ടെക്നിക്കാണ്, വേറെ തന്നെ ഒരു ട്രെയിനിങ് മെത്തേഡാണ്. ഇപ്പോൾ ഇതേപോലെ ഞാനിപ്പോൾ ചെയ്യുന്ന ട്രെയിനിങ് മെത്തേഡ് ചെയ്യുന്ന എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ ഇപ്പോൾ കേരളത്തിലുണ്ട്. ഓക്കെ, അവർക്ക് എല്ലാവരും പക്ഷേ ചാർജ് വരുന്നത് 3 മാസത്തേക്ക് 10,000 അല്ലെങ്കിൽ 15,000 ഒക്കെയാണ്. ഞാനിപ്പോൾ നമ്മുടെ ട്രെയിനേഴ്സിൻ്റെ ഗ്രൂപ്പിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ടീമിലൊക്കെ അന്വേഷിച്ച സമയത്ത് നമ്മളൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ട്. എല്ലാ മാസവും 10 പേർക്ക്, ഒരുപാട് പേരെ നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ല, കാരണം ഇപ്പോൾ തന്നെ ഓൾമോസ്റ്റ് 150+ ക്ലയൻസ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. 10 പേർക്ക് എല്ലാ മാസവും നമ്മൾ പെർ മന്ത് 1000 rupees എന്നുള്ള രീതിയിൽ ട്രെയിനിങ് പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ കൂടുതൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം 1000 രൂപ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 100 പേരൊക്കെ വന്ന് ജോയിൻ ചെയ്താൽ നമ്മൾ പൈസ മേടിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് ട്രെയിനിങ് നമുക്ക് കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം. സോ ഈ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് 10 പേർക്ക് നമ്മൾ അങ്ങനെ ഒരു ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എല്ലാ മാസവും. സോ അങ്ങനെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പിൽ ഉടനെ മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇതിനകത്ത് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. മന്ത്ലി ആയിരിക്കും നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുക. 10 പേരെ നമ്മളൊരു മാസത്തിൽ എടുക്കുള്ളൂ. അത് കഴിഞ്ഞാൽ കാരണം ഇതെപ്പോഴും ഫില്ലായിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇതുവരെ അങ്ങനെ എടുക്കാറില്ല. സോ നമ്മൾ അങ്ങനെ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട് 10 പേരെ. അപ്പോൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ആരെങ്കിലും ഇൻട്രസ്റ്റ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.